7th month കഴിഞ്ഞ പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് യാത്രയില്ലല്ലോ. അന്ന് ഷൈനി അവിടെ സ്കോളേഴ്സ് ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓൾറെഡി B.Ed ആയതുകൊണ്ട് അവിടെ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അവിടെ തന്നെ ഷൈനി ഡാൻസും ചെയ്തു. അതായത് ഇവള് വളർന്ന ആംബിയൻസ് എന്ന് പറയുന്നത് കറക്റ്റ് മുഴുവൻ സംഗീതമാണ്. അതാണ് ആ കുഞ്ഞിലേക്ക് എല്ലാം ഇങ്ങനെ ആവാഹിക്കപ്പെട്ടിട്ട് അതേ അന്തരീക്ഷത്തിലാണ് ഇയാൾ വളരുന്നത്. മോൻ എക്സ്പ്രസീവ് ആണ്. ഇവൻ എക്സ്പ്രസീവ് അല്ല, പക്ഷേ ഇവൻ നല്ല മ്യൂസീഷ്യനാണ്. ഇവൻ വരും അല്ല, പാടുവാനുള്ള നല്ല കഴിവും നല്ല സെൻസും ഉണ്ട്. ഇത് ഞാനൊരു പാരന്റ് ആയിട്ട് പറയുന്നതല്ല, ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് ഒരു പുറമേ ഒരാളെ കാണുമ്പോൾ ഞാൻ കണ്ട ഒരു വർത്തമാനം. നന്നായിട്ട് പാടും, നല്ല സെൻസ് ഉണ്ട്, നന്നായിട്ട് പാടും. പക്ഷെ എന്താ പ്രശ്നം, ഇത് ആൺകുട്ടിയാണ്. പാടൂ എന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറയും. ഇവിടെ നേരെ വെച്ചാൽ പാടിക്കോളൂ. ഇവരെ അന്ന് കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പെരിഞ്ചല്ലൂർ സംഗീത സഭയിലെ തളിപ്പറമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട വിജയ് നീലകണ്ഠൻ്റെ അടുത്തേക്ക് വന്നിരുന്നല്ലോ. അപ്പോൾ അന്ന് നിങ്ങളൊക്കെ പാട്ട് പാടുമ്പോഴും ഞാനതിപ്പം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇവനെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇവൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവനൊന്നും ശ്രദ്ധിക്കാന്നൊന്നുമല്ല, അല്ല, അവനെല്ലാം കേൾക്കുന്നുണ്ട്. തീർച്ചയായും അവൻ്റെ ആ ഒരു ഇൻബോൺ ടാലൻ്റ് ആയിട്ട് തന്നെ അതവിടെ കിടക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെന്തായാലും അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം മോനിപ്പം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അവർക്കും ഒരു തണുപ്പും പനിയുടെ ഒരു ഇതുകൊണ്ടാണ്. ഒരു പാട്ട് കൂടെ നമുക്ക് എല്ലാ മലയാളികളും എന്നും കേൾക്കാൻ ആഗ്രഹിക്കുകയും ആ വരികളിലൂടെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് കൊതിക്കുകയും ചെയ്യുന്നൊരു പാട്ട്. ഓക്കെ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. എത്ര തന്നെ കേട്ടാലും മതി വരാത്ത ഒരു പാട്ട് ഏത് സമയത്തും അല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങള് വരികളുടെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങിയാൽ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മനോഹര തീരത്ത് ഇതുപോലെ ഒരു ജന്മം കൂടി ആഗ്രഹിക്കാത്തവരായിട്ട് അവരവരുടെ ജീവിതം. P.T. തോമസിന്റെ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അത് ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇങ്ങനെയുള്ള ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുതിൽ പാട്ട് പാടുക എന്ന് പറയുന്നത് അന്ന് സംഗീതമാണ് കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടോ, വാക്കുകൾക്കായിരുന്നല്ലോ. നമ്മൾ ബാല്യത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ, വാക്കുകൾക്കല്ല കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അന്ന് ഈ ചെറിയ ട്രൗസറൊക്കെ ഇട്ട് ചുമരമ്പിലേക്ക് കാലും കയറ്റിയിട്ട് ഏത് യോഗാസനായിരിക്കും അതിലിങ്ങനെ കിടന്നിട്ട് എങ്ങനെ തോന്നിയ പാട്ടുകൾ, അന്ന് കേൾക്കുന്ന പാട്ടുകൾ മുഴുവനും അങ്ങ് പാടാൻ തുടങ്ങും. വാക്കുകൾ പലതും ആയിരിക്കും, അത് കേൾക്കുന്ന വാക്കുകൾ വരികളും അറിയുന്നവർ കേട്ടാൽ ചിരിക്കും. പക്ഷെ അങ്ങനെ അത് പാടുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പൊതുവെ ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടോ കാര്യമോ ഒന്നും തന്നെ വീട്ടിൽ നിന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ സഹോദരിമാരെ എല്ലാവരെയും ഡാൻസിന് ചേർത്തിരുന്നു എന്നൊക്കെയാണ്. പിന്നെ അച്ഛൻ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ആണിൽ മൂത്തതാണ്, ഞങ്ങൾ 5 പേരാ. അപ്പം നന്നായിട്ട് പഠിക്കണം എന്നുള്ള ഉള്ളിൽ വെച്ചിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ പിടിച്ചൊരു കറക്കവും തലക്ക് ടക്ക് എന്ന് പറഞ്ഞൊരു മേട്ടവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യമില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യം, ഞാനിപ്പോൾ കുറച്ച് ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററി ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മറ്റേ ഇൻബോൺ നമുക്കൊരു ആഗ്രഹമോ ആ ഒരു ടാലൻറ്റ് എവിടെയെങ്കിലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ പലതും ഇങ്ങനെ ചെയ്തു വരുന്നത്. ഈ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ പഠിപ്പിക്കൽ തന്നെയാണ് മെയിനായിട്ട്. ഞങ്ങൾ ഓൺലൈൻ അക്കാദമി 2 പേരും, മ്യൂസിക്കും ഡാൻസും കുച്ചിപ്പുടിയും ഭരതനാട്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ അരങ്ങേറ്റവും കാര്യവും ഒക്കെ ആയിട്ട് അങ്ങനെ സ്ഥിരം അങ്ങനെ എപ്പോഴും ബിസി ആയിട്ട് അങ്ങനെ പോവാണ്. ഞങ്ങളിപ്പോൾ ആക്ച്വലി നാട്ടിൽ സെറ്റിലായിട്ട് ഇപ്പം 8 വർഷമായി. 8 വർഷമായി. ഞങ്ങൾക്ക് പരിയാരത്തും ഇരണാവിലുമായിട്ട് 2 സ്കൂൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം തൊട്ട് 2023 തൊട്ട് ഫുൾ ഓൺലൈൻ അക്കാഡമിയായിട്ട് മാറി. ഞങ്ങൾക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഒഴിവാക്കി, എല്ലാം ഓൺലൈൻ ക്ലാസ്സസ്. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിന് ഒരുപക്ഷെ ഇന്നും നമ്മുടെ സമൂഹം
നമ്മുടെ ഈ ഒരു എല്ലാവരും പൂർണ്ണമായിട്ടും ഓൺലൈൻ ക്ലാസ്സിനെ എടുത്തിട്ടില്ല. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിനെ എടുത്ത വേറൊരു വിഭാഗം ആൾക്കാർ ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് അതിന്റെ കാലമാണ്. നമ്മളിപ്പോ AI പോലും വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും മറ്റുള്ളവരുടെ സാധ്യതകൾ പോകും ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഓൺലൈൻ ക്ലാസ്സിന് ഭയങ്കര സാധ്യതയുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം വെച്ചാൽ അത് മനസ്സിലാക്കാത്ത ആൾക്കാർ തീർച്ചയായും അത് വളരെ സപ്പോർട്ടിംഗ് ആണ്. ഞാൻ പറയാം, മുമ്പ് കാലത്ത് നമ്മൾ ഈ ഓഫ്ലൈൻ ക്ലാസ് തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? നമ്മളെ വീടിന്റെ അടുത്ത് ഒരു മക്കളെ കൊണ്ടുപോകാൻ വേണ്ടി ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് എന്നുള്ളത്. നമുക്ക് എനിക്കധികം മെനക്കെടാനൊന്നും പറ്റില്ല. അതുകൊണ്ടൊന്ന് ഇതിന്റെ അടുത്ത് എവിടെയാ ഉള്ളത്, ആരാ ഉള്ളത് എന്നാ നോക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശം മക്കളെ പഠിപ്പിക്കലാണ്. ഈ പഠിപ്പിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് എൻ്റെ സൗകര്യമാണ്, എൻ്റെ സമയലാഭം, എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നത്. അവിടെ എത്തി ഇതിന്റെ തൊട്ടടുത്ത് ഓക്കെ റെഡി. അതിൻ്റെ അപ്പം 3 സ്ഥാപനം ഉണ്ടാവും, 1, 2, 3. ഇത് 3 ഒരു 2 കിലോമീറ്ററിലുള്ള. ഉടനെ ഇവിടെ എത്ര ഫീസ്, അവിടെ എത്ര ഫീസ്, ഇവിടെ എത്ര ഫീസ്. ഒരു സ്ഥലത്ത് 600, ഒരു സ്ഥലത്ത് 500, ഒരു സ്ഥലത്ത് 400 ആണെങ്കിൽ ഇവിടെ 400 അല്ലേ ഉള്ളൂ, എന്നാൽ ഇവിടെ പോയാൽ മതി. ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ വീണ്ടും ഓപ്ഷൻസ് മാറി, ഫീസിലേക്ക് മാറി. 600 ഉള്ളിടത്ത് ക്വാളിറ്റി മാറ്റം ഉണ്ടാവും, അവിടെ എടുക്കുന്ന ടീച്ചറിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഇവിടെ ഉള്ളിടത്ത് ചിലപ്പോൾ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അത് ക്വാളിറ്റി അല്ല, പൈസയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്റെ മോളും പാട്ട് പഠിക്കുന്നുണ്ട്, എന്റെ മോളും ഡാൻസ് പഠിക്കുന്നുണ്ട്. എന്നതിൽ എന്താ കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്കൊരു അവൈലബിൾ ആയ ലൊക്കാലിറ്റിയിലാണ് നമ്മൾ കളിക്കുന്നത്. ഓൺലൈൻ്റെ സൗകര്യം എന്ന് പറയുന്നത്, ഇവിടെ എനിക്കിപ്പോ ഏറ്റവും പ്രഗത്ഭനായ ഒരാളത്തെ നമുക്ക് ലോകത്തിന്റെ കോണിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഗുരുവിന്റെ കീഴിൽ നിന്ന് എന്റെ വിദ്യ അഭ്യസിക്കാം. അതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. എന്റെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആരാധിക്കുന്ന ഒരാൾ, എന്റെ ഇങ്ങേരുടെ കീഴിലൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ഇത് ഇമ്പോസിബിൾ ആണ്. 10 കൊല്ലം മുമ്പ് ചെന്നൈയിൽ പോയിട്ട്, മദ്രാസിൽ പോയിട്ട് ഒരു മ്യൂസീഷ്യൻ എടുക്കുന്ന കർണാടിക് മ്യൂസിക് പഠിക്കണമെങ്കിൽ ഞാൻ ചെന്നൈയിലേക്ക് എത്ര മണിക്കൂർ യാത്ര ചെയ്ത് പോകണം. അങ്ങേരെ വിളിച്ച് അതിൻ്റെ സമയം എടുത്ത് അങ്ങേരെ വീട്ടിൽ പോയി ഞങ്ങൾ കാത്തിരുന്നു. 1 മണിക്കൂർ ക്ലാസ് കിട്ടി, 2 മണിക്കൂർ ക്ലാസ് കിട്ടി, ഇന്നും കിട്ടി. നാളെ ഒരു ഹോട്ടലിൽ നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു. 5 ദിവസവും 4 ദിവസം മെനക്കെട്ടിട്ട് നമ്മൾ ആ ഒരു ക്ലാസ് ആരത്രയും മെനക്കെട്ടിട്ട് പോയില്ല. ഇന്ന് അപ്പൊ ഈ ഉദാഹരണത്തിന് മദ്രാസ് പി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം അറിയപ്പെടുന്ന കർണാടക സംഗീതജ്ഞനാണ്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ക്ലാസ് അങ്ങേര് ക്ലാസ് എടുക്കുന്നുണ്ടോ നമ്മൾ അന്വേഷിക്കുന്നു. അങ്ങേര് ക്ലാസ് എടുക്കുന്നുണ്ടോ? യെസ്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സർ, സാറിന്റെ ഫീസ് എത്രയാണ്? ഇത്രയാണ് ഫീസ്. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറെ, ഇപ്പൊ നമ്മൾ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ക്ലാസ്സസ് യൂട്യൂബിലുണ്ട്. എനിക്ക് വരുന്ന ക്ലാസ്സസ് മുഴുവൻ എന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് എന്റെ സ്റ്റുഡൻസ് വരുന്നത്. ഇപ്പൊ ഞാനിപ്പം എടുക്കുന്ന കൺട്രീസ് എല്ലാം ഓൾമോസ്റ്റ് യൂറോപ്യൻ കൺട്രീസും എല്ലായിടത്തും എന്റെ ഷെഡ്യൂൾസ് എല്ലാം, ക്ലാസ്സസ് എല്ലാം ഞാൻ അബ്രോഡാണ്. ഇവരൊന്നും എനിക്ക് ഒരു മുൻ പരിചയമില്ല. പക്ഷെ ഇവരെല്ലാം എന്നെ തേടി വന്നിരിക്കുന്നത് എന്റെ ക്ലാസ്സിലെ കണ്ടിട്ടാണ്, ആകൃഷ്ടരായിട്ടാണ്. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറെയാണ് എന്നെ കിട്ടിയിരിക്കുന്നത്. അവര് വിളിക്കുന്നു, സാർ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഉണ്ട്. എത്രയാണ് ഫീസ്? ഇത്രയാണ് ഫീസ്. ഓക്കെ, ഐ ആം റെഡി, ഐ ആം ഓക്കെ. അതായത് ക്ലാസ് കാണുന്നു, എന്റെ സൗകര്യം നോക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു. എപ്പോഴാ സൗകര്യം? അപ്പം എന്താ ചുരുക്കം കുട്ടികൾക്ക് ഇപ്പൊ നാട്ടിൽ തന്നെ ഇവിടെ ഞാനിപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് ക്ലാസ്സസ് ഒക്കെ എടുക്കും. നാട്ടിൽ നിന്ന്, ഇവിടെ പാപ്പിനിശ്ശേരിയിൽ നിന്നും, ഇരണാവിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, ഇവിടുന്ന് പിലാത്ര വിളയാങ്കോടിൽ നിന്നും, ഇവിടുന്ന് 1/2 കിലോമീറ്റർ കുട്ടികളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരൊക്കെയാണ് എന്റെ ക്ലാസ്സിലെ. ഒരുപക്ഷെ ഫീസും എല്ലാം റെഡിയാണ്. എന്താ കാര്യം? 7 മണിയുടെ ക്ലാസ് തുടങ്ങുന്നു. കറക്റ്റ് 7 മണിക്ക് കൊച്ചു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. 7:45 ക്ലാസ് തീരുന്നു. കുട്ടി 7:45 ഫ്രീ ആയി. മറ്റല്ലെങ്കിൽ 7 മണിയുടെ ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ ട്രാവൽ ഉണ്ടെങ്കിൽ നേരത്തെ 6 മണിക്ക് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് പോണ ഒരാൾ മെനക്കെടണം. ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ 1 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ എല്ലാവരും ഓൺലൈനിലാണ്. നിങ്ങൾ എങ്ങനെയാണ് ഓൺലൈനിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൊമോഷൻ? നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഓൾറെഡി പല്ലവി മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഓൾറെഡി പല്ലവി മ്യൂസിക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനിയും സംഗീതം പഠിക്കുവാനുള്ള, അല്ലെ, നൃത്തം പഠിക്കുവാൻ ആഗ്രഹമുള്ള സബ്സ്ക്രൈബേഴ്സിന് മുകളിലായി ആയിട്ടുണ്ട്. പ്യുവർ മ്യൂസിക് ആൻഡ് ഡാൻസ് ചാനൽ. എല്ലാവർക്കും അത് നോട്ട് ചെയ്യാം കേട്ടോ. തുടർന്ന് അങ്ങോട്ടുള്ളതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡാൻസ് ക്ലാസ്സസ്. അത് ഇത് തന്നെയാണല്ലോ, ഇതേ ഇതിൽ തന്നെയാണ് വിഷയം. 23-24 കഴിഞ്ഞ വർഷം മെയ്യിൽ ഞങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞു. മെയ്യിൽ അരങ്ങേറ്റം കഴിഞ്ഞത്
എല്ലാവരും അത്ഭുതമാണ്, ഓൺലൈനിൽ പഠിപ്പിച്ച കുട്ടികളാണ്. ആ 3.5 വർഷമായിട്ട് ഡാൻസും മ്യൂസിക്കും പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ മലേഷ്യ, ബാംഗ്ലൂരു, ഡൽഹി, പിന്നെ സിംഗപ്പൂർ, ദുബായിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന പല സ്റ്റുഡൻസും എല്ലാവരും ഒരു 1 വീക്ക് മുന്നേ വന്നു. ഓൾമോസ്റ്റ് റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞു. നമ്മുടെ കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഇവിടെ വെച്ചാണ് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ഇങ്ങോട്ട് 5.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള വലിയ ഫംഗ്ഷൻ നടന്നു. യൂട്യൂബിലുണ്ട് ഓൾറെഡി അരങ്ങേറ്റത്തിന്റെ വീഡിയോസ് മുഴുവനുണ്ട്. ആണ് ആള് വിചാരിക്കുന്നത് എങ്ങനെ സക്സസ് ആണ്. ഇതാ വീഡിയോസ് അവിടെ ഉണ്ട്. ഒരു സമൂഹത്തിന് ഏറ്റെടുക്കാവുന്ന ലൈവ് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ കുടുംബസമേതം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു അങ്ങനെയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളൊരു അറിയാം. അത് രണ്ടാം ഘട്ടം. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ലൈവ് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സേഫ് സോണിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 7 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടി ഒരാളും കൂട്ടിക്കൊണ്ടുപോകാനും വണ്ടി ഏർപ്പാടാക്കാനും പിന്നെ കുഞ്ഞിനെ കാണുന്നില്ല എങ്ങോട്ട് പോയി ഇതൊന്നും അന്വേഷിക്കാനില്ല. കുട്ടി അവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര സേഫാണ്. കുട്ടികൾ വീട്ടിലാണ്. പിന്നെ കുട്ടികൾക്ക് പാരന്റ്സിന് അറിയാം എന്ത് പഠിപ്പിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു, എന്താണ് ക്ലാസ് നടക്കുന്നത്, എല്ലാം സുതാര്യമാണ്. അതെ 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 അതെ. നമ്മൾ പാരന്റ്സിനെ ക്ലാസ്സിൽ ഇരുത്തില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ അറ്റൻഷൻ പോകുന്നതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് കുട്ടിയുടെ റിസൾട്ട് എല്ലാം കാണാലോ നമുക്ക് വീട്ടിലല്ലേ. ഇപ്പൊ ഈവൻ ഞാൻ പല്ലവി, ഇപ്പം ഞങ്ങളുടെ ക്ലാസ് അല്ലാതെ തന്നെ വേറെ ഐറ്റംസ് ഒക്കെ പല്ലവി ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ഓൺലൈൻ ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈനിൽ ടെൻഷനേ ഇല്ല. വേറെ നമ്മുടെ പ്രഗത്ഭരായ പല ആളുടെ കീഴിൽ അവള് പറഞ്ഞ പോലെ നെട്ടുവങ്ങം പഠിക്കുന്നുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഈ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, കറക്റ്റ് ടൈമിന് കയറുന്നു, കറക്റ്റ് ടൈമിന് നമ്മൾക്കൊക്കെ നമ്മൾ ഹാപ്പിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഇന്നത്തെ കാലത്ത് പലവരും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ തന്നെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളിപ്പോ ഒരു ഫീസ് മേടിക്കുന്നു, 4 ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, 5ാമത്തെ ക്ലാസ് വീണ്ടും അടുത്ത ഫീസ് നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഈസ് ഇറ്റ് വർത്ത് ഫുൾ? തീർച്ചയായും. അല്ല, ഇന്നത്തെ കാലഘട്ടം നമ്മൾ 1 രൂപ ചെലവിടുകയാണെങ്കിലും ഇതേ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്, അല്ലേ? അതങ്ങനെയാണ്. മോളെ എങ്ങനെ ഈ കർണാടക സംഗീതം എങ്ങനെ കുറച്ചെന്തെങ്കിലും ഒന്ന് പാടാൻ പറ്റുന്ന? ജനനീ മാമവ മേ ജനനീ മാമവ മേ ഭാരതി ജയ ജനനീ മാമവ മേ ഭാരതി ജയ ജനനീ മാമവ മേ ഭാരതി ജയ सरसी जासन जाए जननी मामव में भारती जय सरसी जासन जाए വളരെ സന്തോഷം അത് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ രതീഷ്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം എവിടെ വരെ അങ്ങനെ കൊണ്ടുപോയി? ഡിഗ്രി ഒക്കെ എവിടെ പഠിച്ചായിരുന്നു? ഞാൻ പഠിച്ചത് കല്ലേശ്ശേരി +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് കല്ലേശ്ശേരി മോഡൽ പോളിടെക്നിക്കിൽ. ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മ്യൂസിക്കിൽ, പിന്നെ ഫുൾ ടൈം മ്യൂസിക്കിൽ തന്നെ. മ്യൂസിക് അതിനുശേഷം റീബ യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ ഛത്തീസ്ഗഡ് പലയാളി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു. മ്യൂസിക് ഡിപ്ലോമ അത് കഴിഞ്ഞു. പിന്നെ പാരമ്പര്യമായിട്ട് തന്നെ കൊച്ചുനാൾ മുതലേ തന്നെ ഇതിനപ്പുറത്തേക്കൊക്കെ ഈ നമ്മൾ ഈ സിലബസ് അപ്പുറത്തേക്കൊക്കെ ഈ പഠിപ്പ് കൊച്ചുനാൾ മുതൽ തന്നെ പരമ്പരാഗതമായി തന്നെ കിട്ടിയ ഗുരുക്കന്മാരുടെ, എൻ്റെ ആദ്യ ഗുരു ഞാൻ പറഞ്ഞ രഞ്ജൻ ടീച്ചറാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിത സുനന്ദ, അന്ന് ഗാനഭൂഷൺ കഴിഞ്ഞവർ ഇറങ്ങിയ പാടും അവിടുന്ന് കഴിഞ്ഞു. പിന്നെ അഴീക്കോട് ഗോപിനാഥൻ ഭാഗവതർക്ക് ശേഷം പിന്നീട് ചേർത്തല സന്തോഷ് കുമാർ, അത് കഴിഞ്ഞ് തലശ്ശേരി ബാലമാഷ് ഗുരുവായിരുന്നു. അതുപോലെ ഡോക്ടർ വീണ മോഹൻ, ശ്രീ വീണ മോഹൻ. അത് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ ടി ഉണ്ണികൃഷ്ണൻ, ആക്ച്വലി തൃശ്ശൂരുള്ള അദ്ദേഹം ഡൽഹിയിലായിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഞാൻ കറൻ്റ്ലി സാറിൻ്റെ കീഴിൽ
പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും പഠിച്ചു. ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു രീതിയിലേക്ക് പെർഫോം ചെയ്യാനും അതിങ്ങനെ ജീവിതത്തിലുടനീളം ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. സംഗീത പഠനം എന്ന് പറയുന്നത് കടൽ പോലെയാണ്. കടൽ പോലെയാണ്. കടൽ പോലെയെന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാരണം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു കടലാണ്. ഇപ്പം കണ്ണൂർ പയ്യാമ്പലം കാണുമ്പോൾ ഉള്ള ഒരു ബീച്ചിന്റെ ഭംഗി പറയുന്ന വേറെ, മുഴപ്പിലങ്ങാടെത്തുമ്പോൾ ഇതേ കടൽ തന്നെ, പക്ഷെ കാഴ്ച മാറി. ഇങ്ങ് പഴയങ്ങാടി വന്ന് ചൂട്ടാടെത്തുമ്പോൾ വീണ്ടും മാറി. ഇതുപോലെയാണ് ഓരോ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ശൈലി വ്യത്യാസം. കാരണം ഇപ്പം ചില കടലിന്റെ ഏരിയയിൽ ചില ലൊക്കാലിറ്റിയിൽ ഇന്ന മീനുകളായിരിക്കും കൂടുതൽ കിട്ടുക, മറ്റേ ഏരിയയിൽ വേറെ കുറേ ഇനത്തിൽപ്പെട്ട മീനായിരിക്കും കൂടുതൽ കിട്ടുക. ഇതുപോലെ ചില അധ്യാപകരുടെ കീഴിൽ ഒരു ഗുരുക്കന്മാരുടെ, അല്ലാണ്ട് ഒരു ഗുരു മോശമായിട്ടല്ല, ഡിഫറെന്റ് സ്റ്റൈല് നമുക്ക്, പിന്നെ ഒരേ സമയത്തിന് കൂടുതൽ കാര്യങ്ങളും നമുക്ക് കിട്ടും. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ ഇവരിൽ നിന്ന് എല്ലാം കിട്ടിയത് ഒരുപക്ഷെ ഒരു സിലബസിന് അപ്പുറത്തേക്കുള്ള കുറേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഏത് ആഹാരം പാചകം ചെയ്യുമ്പോഴും ഇതുപോലെയാണല്ലോ അല്ലെ? അതാത് പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ രുചി എന്ന് പറയുന്നത് ആഹാരം മോശമാണല്ലോ, തീരൂല്ല. അതാണ് ആ യേശുദാസൊക്കെ എപ്പോഴും പറയുന്നത്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. നമ്മളൊന്നും ഒന്നുമല്ല. അത് ഓരോ ഘട്ടം കഴിയും തോറും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസം കഴിയും തോറും, ഓരോ വയസ്സ് കൂടുന്തോറും നമുക്ക് ഇങ്ങനെ താഴോട്ടാ പോണേ. ഒന്നും അറിയില്ല, അതല്ലോ ഇത്രയും കാര്യം കൂടി ഇനിയും പഠിക്കാനുണ്ട് അല്ലേ എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ വീണ്ടും കൂടെ അല്ലേ. അതാണ് നമ്മളിപ്പോ വർണ്ണങ്ങൾ തന്നെ എന്തോരം വർണ്ണങ്ങളാണ്, 100ഉം 200ഉം അത്രയും വർണ്ണങ്ങൾ. വളരെ മനോഹരമായിട്ട് കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഞാൻ ഈ അടുത്തേക്ക് 2 ദിവസം മുമ്പ് റിലീസായത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഈ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഇത്രയും കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. കാരണം ഒരു കാലത്ത് നമുക്ക് മധ്യ തിരുവിതാംകൂറിലും പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കുള്ളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യെത്തുന്ന ദൂരം നമ്മുടെ നാട്ടുമ്പുറത്ത് തന്നെ ഇങ്ങനെ കഴിവുള്ള ആൾക്കാർ യഥേഷ്ടം ഉണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇഷ്ടം പോലെ കഴിവുള്ളവരുണ്ട്. കാരണം അതിന് ഇന്നത്തെ കാലത്ത് ഭയങ്കര സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാവർക്കും സ്വയം നമുക്ക് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിവിന്റെ കാര്യത്തിൽ പണ്ടേ ഉണ്ട്, പക്ഷെ പല ആൾക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് എക്സ്പ്രസീവ് അല്ലാത്തതാണ്. ഇതിനിടയിൽ ഞാൻ പറയും, ഇതേ രീതി ഇതുമായിട്ട് കോർത്തിണക്കി പറയുകയാണ് നമ്മുടെ രജിത മധു. നമ്മുടെ രജിതേച്ചിക്ക് തിരുവനന്തപുരത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രിയനന്ദനമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സിനിമ ചെയ്യണം. അത് നാടകം തന്നെയുള്ളത്. അതൊരു സിനിമ ചെയ്തിട്ട് അതിന് ഡബ് ചെയ്യണം. അപ്പോൾ ഡബ് ചെയ്യുന്നത് നമ്മൾ അവിടെയുള്ള ഒരാളെ കൂടെ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ആക്ട്രസിനെ കൂടെ തന്നെ ചെയ്യിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ശൈലി വരുന്നില്ല, തിരുവിതാംകൂർ ശൈലി വരുന്നുള്ളൂ. ഉടനെ ഇവരെ അങ്ങോട്ട് വിളിക്കുന്നു, ടിക്കറ്റും കാര്യമെല്ലാം അയച്ചു കൊടുത്ത് ഉടനെ ഇങ്ങോട്ട് ചിത്രാഞ്ജലിയിൽ എത്തണം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് പോകുന്നു, അത് ചെയ്യുന്നു. ഒരു ദിവസം ഉച്ച കഴിയുമ്പോഴേക്ക് തന്നെ അവർ ആ സിനിമക്ക് ഫുള്ളായിട്ട് വിടുന്ന ഡബിങ് കഴിച്ചിട്ട് എന്നിട്ട് അവർ ചോദിച്ചു, പ്രിയന്തൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്ന് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് എന്നുള്ളത്. അപ്പോൾ രജിതേച്ചി അതിന് തയ്യാറായില്ല, തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ അടുത്തും കൂടി ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. രജിതേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്. നമുക്ക് ഇനി പിന്നെ ഒരു യുഗ്മഗാനം നമുക്ക് രണ്ടുപേരും കൂടിയിട്ട് ഒരു പാട്ട് ഇങ്ങനെ ഒന്ന് പാടി കിട്ടിയാലേ ഒരു രസമല്ലേ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേരി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെ പങ്കുവച്ചു. വളരെ സന്തോഷം. നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പ്രേക്ഷകരോടായിട്ട് എന്താണോ പറയാനുള്ളത്, പ്ലീസ്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പറഞ്ഞ് മുഴുമിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരുപാട് എന്തൊക്കെയോ. ഇത് ഫ്രീ ടോക്ക് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ നമുക്ക് ഷോർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എന്തായാലും
കുടുംബസമേതം ഇങ്ങനെ നിങ്ങളുടെ ഒപ്പം ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷവും സ്നേഹവും ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതിനൊരവസരം ഒരുക്കിയ പ്രിയപ്പെട്ട അജിത്തേട്ടന് ഞങ്ങളുടെ സ്നേഹം, നന്ദി പറഞ്ഞുകൂടാ, സ്നേഹം അറിയിക്കും. തീർച്ചയായും. അപ്പോൾ എന്തായാലും സംഗീത രംഗത്തും നൃത്തരംഗത്തും അങ്ങനെയായിട്ട് കലാരംഗത്ത് ഞങ്ങളാലാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ രംഗത്ത് ഞങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു കലാകാരനും വേണ്ടുന്നത് പ്രോത്സാഹനമാണ്. പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല എങ്കിൽ ഒരു കലാകാരന് ഇല്ല, അല്ലേ? പാടാൻ ആളുമ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിൽ പിന്നെ എന്ത് പാട്ടുകാരൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കും, പ്രത്യേകിച്ച് പല്ലവി മോൾക്കും വളർന്നു വരുന്ന ഒരാളാണ്. ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കും. അങ്ങനെ പരസ്പര സ്നേഹത്തോടും ഒരു പാരസ്പര്യത്തോടു കൂടി നമുക്കെല്ലാം നല്ല ജീവിതം, നല്ല സമൂഹമായിട്ട് ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ആണ് ഞങ്ങളുടെ ആശംസ, പ്രാർത്ഥന. ഏതായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ. നിങ്ങൾ എന്തുമാത്രം ഉയരത്തിലെത്താൻ സാധിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, അതൊക്കെ നടക്കട്ടെ. നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ സഹകരിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു.